കർണാടകയുമായി അടുക്കാനുള്ള വിജയുടെ ശ്രമം പാളിയിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമ ജനനായകൻ കർണാടകയിലും ബംഗളൂരുവിലും അടക്കമുള്ള എല്ലായിടത്തും തടയുകയും ചെയ്തു. ഈ DK ശിവകുമാർ കർണാടക മുഖ്യമന്ത്രി പറഞ്ഞു 3-ാം തീയതി നടക്കാനിരുന്ന ചർച്ച അദ്ദേഹം മാറ്റിവെക്കുകയും ചെയ്തു. ഈ എല്ലാം കൊണ്ടും വിജയിയുടെ ഒരു പദ്ധതിയായിരുന്നു കർണാടകയുമായി അടുക്കുക എന്നുള്ളത്. അത് തുടക്കത്തിലെ തന്നെ പാളി. അതിനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? വിജയ് കർണാടക മുഖ്യമന്ത്രിയായിട്ട് 3-ാം തീയതി ഓഗസ്റ്റ് 3-നാണ് കാണാൻ നിശ്ചയിച്ചിരുന്നത്. ഇത് ശരിക്കും തമിഴ്നാട്ടിൽ വലിയൊരു ഞെട്ടലുണ്ടാക്കിയിരുന്നു. കാരണം ഇത്തരം വിഷയങ്ങളിൽ അവർ ചർച്ചയ്ക്ക് നിൽക്കുന്നത് ഒരു പതിവില്ല. അപ്പോൾ കാവേരി വിഷയത്തിലാണെങ്കിലും മുല്ലപ്പെരിയാർ വിഷയത്തിലാണെങ്കിലും സംസ്ഥാനങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് നിൽക്കാനുള്ള പ്ലാൻ അവർക്കില്ല, ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അവർ നിയമപരമായിട്ടുള്ള അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക, ആ തരത്തിൽ സുപ്രീം കോർട്ടിലും അതുപോലെ അവരുടെ പാർലമെൻറ്റിലും ഡൽഹിയിലുള്ള അവരുടെ ലോബിയിങ്ങും മാത്രമാണ് എല്ലാ കാലത്തും ഓരോരോ ആശ്രയമായിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് മാറിയിട്ട് ഒരു ചർച്ചയുടെ പാതയിലേക്ക് വിജയ് പോകുന്നു എന്നുള്ളത് വലിയ ഞെട്ടലുണ്ടായിരുന്നു. അതിനെതിരെ എടപ്പാടി പളനിസ്വാമി രംഗത്ത് വന്നു, DMK-യിലെ സ്റ്റാലിൻ രംഗത്ത് വന്നു. വളരെ ശക്തമായിട്ട് അവർ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. കാരണം നിയമത്തിൻ്റെ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ, അല്ലാത്ത പോക്ക് തമിഴ്നാടിന് ഗുണം ചെയ്യില്ല. കാരണം ഇത്തരം ചർച്ചകൾ നടന്നു കഴിഞ്ഞാൽ പിന്നീട് അതൊരു ബാർഗെയിനിങ് ശേഷി അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. അത് കോർട്ടിൽ വരെ അതിൻ്റെ ആർഗ്യുമെൻറ്റുകളുടെ മൊന ഒടിക്കുന്ന ഒരു സംഗതിയായി ഇവർ തമ്മിൽ ചർച്ച നടന്നു എന്നുള്ളത് അത് പിന്നീടുള്ള കോർട്ട് വ്യവഹാരങ്ങളിലൊക്കെ തന്നെ അത് ഇവരുടെ തമിഴ്നാടിൻ്റെ സ്റ്റാൻസിനെ ദുർബലപ്പെടുത്തുന്ന സംഗതിയായിട്ട് മാറും. ഇവർ പറയുന്നുണ്ട് അതിനകത്ത് ഇങ്ങനെയുള്ള ചർച്ച നടക്കുമ്പോൾ തമിഴ്നാടിൻ്റെ കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും അടക്കം കിട്ടിയിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതായി പോകും. അത് ഇപ്പോൾ സന്ദീപ് പറഞ്ഞ പോലുള്ള രീതിയിലേക്ക് മാറിപ്പോകുന്നതോടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ പ്രശ്നം ആയിട്ട് വന്നിട്ടുള്ളത് ഈ ചർച്ച നടക്കാനിരിക്കുന്നു, 3-ാം തീയതി ചർച്ച നടക്കാനിരിക്കുന്നു. ഇതിനെതിരെ സ്റ്റാലിനും എടപ്പാടിയും ഒരുമിച്ച് രംഗത്ത് വരുന്നു. തമിഴ്നാട് ഏതാണ്ട് ഇതിനെതിരാണ്, ഈ ചർച്ചയ്ക്ക് എതിരാണെന്നുള്ളൊരു നില വരുന്നു. ഇതിന് പിന്നാലെ ഇദ്ദേഹം ഒരു കത്ത് പ്രൈം മിനിസ്റ്റർക്ക് അയക്കുന്നു. ആ കത്തിൽ പറയുന്നത് പാർലമെൻറ്റിലെ ജലവിഭവ സഹമന്ത്രി കൊടുത്ത മറുപടി, അൻപുമണി രാമദാസിന് കൊടുത്ത മറുപടി മേക്കദാട്ട് ഡാം നിർമ്മിക്കാൻ കർണാടകത്തിന് അവകാശമുണ്ട് എന്നുള്ള കാര്യത്തിലായിരുന്നു. അതിന് സുപ്രീം കോർട്ടിൻ്റെ റൂളിംഗ് വരെ വെച്ചിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി വന്നത്. ഇത് ശരിക്കും തമിഴ്നാടിനെ പ്രകോപിപ്പിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇതിനെതിരെ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ടുള്ള ഒരു കത്ത് ആണ് വിജയ് അയച്ചത്. ഈ കത്ത് ചെന്നോട് കൂടിയിട്ടാണ് ഇവരുടെ പ്ലാനുകൾ മൊത്തം പാളുന്നത്. കർണാടകയിലെ സാഹചര്യം മാറുന്നു. കർണാടകയിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ വരുന്നു. 3-ാം തീയതിയിലെ ചർച്ച നടക്കില്ല എന്ന സ്ഥിതി വരുന്നു. ഇത് ഒരു തരത്തിൽ വിജയ്ക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു. കാരണം വിജയ്ക്ക് തമിഴ്നാട്ടിലത് ഈ ഒരു ചർച്ച വലിയ ദോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ചർച്ചയ്ക്ക് തയ്യാറാവുന്നു എന്നുള്ളത് അങ്ങനത്തെ ഒരു പദ്ധതി അവർക്ക് ഇല്ലാത്തതാണ്. ചർച്ച മാറ്റിവെച്ച് വിജയ്ക്ക് അനുകൂലമായിട്ടുണ്ട് പറഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടിയ ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവേരി ജലനിയന്ത്രണ സമിതി 15 ദിവസത്തേക്ക് പ്രതിദിനം 3500 ക്യൂസെക്സ് വെള്ളം, അതായത് ഏകദേശം 15 TMC വെള്ളം തമിഴ്നാടിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം നൽകി. ഇതാണ് ഈ കർണാടകയിൽ ഇതുപോലെ നിലവിലത്തെ പോലെ വലിയൊരു പ്രതിഷേധവും അല്ലെങ്കിൽ സമരവും ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് മാറാൻ കാരണമായത്. അവരിപ്പം ഈ മാസം 13-ാം തീയതി അവർ ബന്ദിന് സംസ്ഥാന വ്യാപകമായിട്ട് ബന്ദിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ ഈ കഴിഞ്ഞ മാസം തന്നെ ഈ ഒരു മേക്കദാട്ടു അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നു. ഈ തീവ്രമായ കന്നഡവാദമുള്ള സംഘടനകളാണ്. മുൻ MLA കൂടിയായ വാൾട്ടർ നാഗരാജാണ് ഈ ഇപ്പോഴത്തെ നിലവിലത്തെ ഈ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള കുറച്ച് ആൾക്കാർ, വിവിധ സംഘടനകൾ, ഇവർ കഴിഞ്ഞ മാസം തമിഴ് അതിർത്തി പ്രദേശങ്ങളിൽ ഇവർ ഇതുപോലെ തന്നെ ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നു. ഇതോടുകൂടി ഈ തമിഴ്നാട്ടിലെ ഒരു സാഹചര്യം മാറി എന്ന് സന്ദീപ് പറഞ്ഞു. പക്ഷെ അതുപോലെ തന്നെ കർണാടകയിലെ സാഹചര്യം മാറി. കർണാടകയിൽ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ്ക്ക് എതിരെയുള്ള ഒരു വലിയൊരു പ്രതിഷേധത്തോടെ രൂപപ്പെട്ടു വന്നു കഴിഞ്ഞു. വിജയുടെ ജനനായകൻ സിനിമ ബംഗളൂരുവിലടക്കം ഒട്ടുമിക്ക തിയേറ്ററുകളിൽ നിന്ന് പിൻവലിച്ചു. വിജയുടെ ഫ്ലെക്സുകൾ, പോസ്റ്ററുകൾ എല്ലാം തിയേറ്ററുകാർ തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. പകരം വേറെ സിനിമകളാണ് പല തിയേറ്ററുകളിലും പ്രദർശിപ്പിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ജനനായകൻ മാത്രമല്ല മറ്റ് തമിഴ് സിനിമകളും പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനൊപ്പം തന്നെ ഈ നമ്മൾ പറയുന്ന 3-ാം തീയതിയിലെ കൂടിക്കാഴ്ചയുടെ കാര്യം പറയുന്നുണ്ട്. DK ശിവകുമാറും വിജയും തമ്മിലുള്ള കൂടിക്കാഴ്ച.
ഈ കൂടിക്കാഴ്ച വേണ്ട എന്നുള്ള തീരുമാനത്തിൽ എത്തിയത് തന്നെ കർണാടകയാണ്. അതായത് അദ്ദേഹം മുഖ്യമന്ത്രി DK ശിവകുമാർ നേരിട്ടാണ് പറയുന്നത്, ഈ ചർച്ചയിൽ നിന്ന് തൽക്കാലത്തേക്ക് ഞങ്ങൾ പിന്മാറുന്നു, നിലവിൽ ഈ സാഹചര്യം അത് അനുകൂലമല്ല, ചർച്ചയ്ക്ക് അനുകൂലമല്ല, ഈ പിന്നീട് എപ്പോഴെങ്കിലും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചർച്ചയ്ക്ക് രൂപപ്പെടേണ്ട സാഹചര്യം ഉണ്ടായാൽ ചർച്ച നടത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് കർണാടക എത്തിയത്. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിഷേധം തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഈ ബന്ദിനെ അദ്ദേഹം തള്ളി പറയുന്നുണ്ട്, ബന്ദ് നടത്തുന്നുണ്ട് യാതൊരുവിധ നേട്ടവും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ പ്രതിഷേധിക്കാനും വിമർശിക്കാനുമുള്ള അധികാരം 2 സംസ്ഥാനങ്ങൾക്കുണ്ട്. അതാത് വിഷയങ്ങളിൽ അവർക്ക് പ്രതിഷേധിക്കാം, പ്രസ്ഥാനം നടത്താം. പക്ഷേ ഈ ബന്ദിനോടൊന്നും താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ തമിഴ്നാട് നോക്കിയത് അല്ലെങ്കിൽ വിജയ് ശ്രമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പം ഈ വിഷയത്തിൽ ഇപ്പം നേരിട്ട് സർക്കാർ തമ്മിൽ നേരിട്ട് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്നായിരുന്നു. പ്രത്യേകിച്ച് ഈ കാവേരി വിഷയത്തിൽ ഈ നദീജല തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നം നേരിട്ട് ചർച്ചകളിലൂടെ പരിഹരിച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞ് തനിക്ക് കയ്യടി ലഭിക്കുമെന്ന് വിജയ്ക്കൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നേരിട്ട് ഈ ഒരു ചർച്ചയ്ക്ക് മുൻകൈ എടുത്തത്. പക്ഷേ അത് ആ മുൻകൈ എടുത്തു, അതിനുവേണ്ടി അദ്ദേഹം ശ്രമം നടത്തി, ആ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആദ്യഘട്ടത്തിൽ DK ശിവകുമാർ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ തമിഴ്നാടിന് വെള്ളം വിട്ടുകൊടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടെ വന്നപ്പോഴാണ് സംഭവം എല്ലാം കയ്യിൽ നിന്ന് പോകുന്നത്. അതുവരെ വിജയ്ക്ക് വലിയ പ്രശ്നമില്ലാതെ പോയിരുന്നു. പക്ഷേ തമിഴ്നാട്ടിലെ എതിർപ്പ് ശക്തമായിരുന്നു ഈ കൂടിക്കാഴ്ചയ്ക്കെതിരെ. ഇപ്പം നിലവിലൊരു സാഹചര്യം നമ്മൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വിജയുടെ ഒരു നീക്കം പാളിയിരിക്കുകയാണ്. ഇപ്പം മേക്കെദാട്ടു അണക്കെട്ട് കാവേരി നദിക്ക് കുറുകെ മേക്കെദാട്ടു അണക്കെട്ട് നിർമ്മിക്കുന്നുണ്ട്, റിസർവെയർ ആയിട്ടാണ് അവരിത് പണിയുന്നത്. ആ വിഷയത്തിൽ ഈ തമിഴ്നാട് നിയമസഭയിൽ വിജയ് സർക്കാർ പ്രമേയം പാസ്സാക്കിയിരുന്നു. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആണ് ഈ കാവേരി വിഷയത്തിൽ വിജയ് ഒരു ചർച്ചയ്ക്ക് ഇറങ്ങുന്നത്. ഇപ്പം ഈ 2 വിഷയം ഇവിടെ കത്തി നിൽക്കുകയാണ്. അതിനിടയിൽ അദ്ദേഹം ഈ ഇവരുമായിട്ട് സർക്കാരുകൾ തമ്മിൽ, മുഖ്യമന്ത്രിമാർ തമ്മിൽ കോടതിക്ക് പുറത്തൊരു ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. അത് വിജയ് മുൻകൈ എടുത്താണ് ഈ ചർച്ചകൾ നടത്താൻ വേണ്ടി ഇറങ്ങിയത്. ഇത് വലിയൊരു വിഡ്ഢിത്താണ് ശരിക്കും വിജയുടെ ഭാഗത്തു നിന്ന്, തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ വിജയ് ചെയ്തിട്ടുള്ളതെന്ന് കാണാം. കാരണം ഇതൊരു നിയമപ്രശ്നമായിട്ട് ഉന്നയിക്കപ്പെടേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, താഴെ വരുന്ന സംസ്ഥാനങ്ങൾക്ക്, അതായത് ഒരു നദി, ഇൻ്റർസ്റ്റേറ്റ് നദികളുടെ കാര്യത്തിൽ താഴെ വരുന്ന സംസ്ഥാനങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട്. ഇത് സുപ്രീം കോർട്ട് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതില്ല എന്നിപ്പോൾ സഹമന്ത്രി, ജലവിഭവ സഹമന്ത്രി കേന്ദ്ര സർക്കാരിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ മുഖവിലയ്ക്ക് എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം താഴേക്ക് ഒഴുകുന്ന നദികളിൽ 2 സംസ്ഥാനത്തിനും, 2 സംസ്ഥാനങ്ങളിലൂടെയാണ് പോകുന്നത് വെച്ചാൽ 2 സംസ്ഥാനം. ഈ കേസിൽ കാവേരിയുടെ പ്രശ്നത്തിൽ കേരളം അടക്കം വരുന്നു, കേരളം പുതുച്ചേരിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഇവരുടേതായിട്ടുള്ള ഷെയർസ് ഉള്ളതാണ് കാവേരിയിൽ. അപ്പോൾ അതിൻ്റെ കാരണം സുപ്രീം കോർട്ട് അടക്കമുള്ള ഇതിൻ്റെ ട്രിബ്യൂണൽ അടക്കമുള്ള ഇതിൻ്റെ സമിതികളും ഒക്കെ നിർദ്ദേശിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. ഇത്ര വിഹിതം ഓരോ സംസ്ഥാനത്തിനുണ്ട്. അപ്പോൾ ട്രിബ്യൂണലിൻ്റെ വിധിനെ അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പോൾ സഹമന്ത്രി പറയുന്നത്. സുപ്രീം കോർട്ട് അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിനും അതത് സംസ്ഥാനത്തിൻ്റെ വിഹിതങ്ങൾ ഉപയോഗിക്കാൻ ഉള്ള എന്താ പറയുക, സമ്പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണാധികാരം ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറഞ്ഞത്. പക്ഷേ മന്ത്രി പറഞ്ഞതിൽ ഉള്ള ഒരു തെറ്റിദ്ധാരണ, മന്ത്രിയുടെ കോട്ട് ചെയ്തതിലുള്ളൊരു തെറ്റിദ്ധാരണ ആയിരിക്കാം ഭൂരിപക്ഷത്തിൽ പ്രശ്നമായിട്ടുണ്ടാവുക. നദീജലത്തിൽ അതത് സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണാധികാരമുണ്ട് എന്ന തരത്തിലുള്ള ഒരു കോട്ടിങ്ങാണ് വന്നിട്ടുള്ളത്. അത് അബദ്ധമാണ് എന്നാണ് നമ്മൾ കാണേണ്ടത്. കാരണം അങ്ങനെയാണെങ്കിൽ തർക്കങ്ങൾക്ക് അവസരമില്ല. കാരണം എന്താ വെച്ചാൽ ഓരോ സംസ്ഥാനത്തും ഉത്ഭവിക്കുന്ന നദി പൂർണ്ണമായിട്ട് ആ സംസ്ഥാനത്തിൻ്റെ പൂർണ്ണ അധികാരത്തിൻ്റെ കീഴിലാണെങ്കിൽ പിന്നെ തർക്കങ്ങളില്ലല്ലോ. ഇത് യഥാർത്ഥത്തിൽ സുപ്രീം കോർട്ട് അടക്കമുള്ള വിവിധ സമിതികളും സുപ്രീം കോർട്ടും ഒക്കെ മുമ്പോട്ട് വെച്ചിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞത്, ഒരു സംസ്ഥാനത്തിനും അബ്സല്യൂട്ടായിട്ടുള്ള അധികാരം ഒരു നദിയുടെയും മേലില്ല. ആ സംസ്ഥാനത്തു നിന്ന് താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ നദിയിൽ അവകാശം താഴെയുള്ള സംസ്ഥാനങ്ങൾക്കുണ്ട്. അത് അംഗീകരിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ മേക്കെദാട്ട് അണക്കെട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ DK ശിവകുമാർ അടക്കമുള്ളവർ പറയുന്നത് അവർക്കുള്ള വിഹിതം ഉപയോഗിച്ചിട്ടുള്ള ആ ജലം ഉപയോഗിച്ചിട്ടുള്ള കളികൾ അവർ ചെയ്യും ആ നദിക്കകത്തുനിന്നാണ്. ഈ കാര്യത്തിൽ നിയമപരമായിട്ടുള്ള ഉറപ്പാണ് കിട്ടേണ്ടത്.
ഇവർ പോയിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാൻ എന്നാൽ അതിൽ ഒരുപാട് അബദ്ധങ്ങളും പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അത് തർക്കം രൂക്ഷമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കോർട്ടിലാണ് തീരുമാനിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ ട്രിബ്യൂണലിൽ, കാവേരി ട്രിബ്യൂണലിലൊക്കെയാണ് തീരുമാനിക്കപ്പെടേണ്ടത്. ട്രിബ്യൂണലിൽ വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഇത്ര അളവിൽ കേരളത്തിന്, പുതുച്ചേരിക്ക് അല്ലെങ്കിൽ തമിഴ്നാടിന് ഒക്കെ എത്ര അളവിൽ ജലം ഉപയോഗിക്കാം. ആ ജലം ഉപയോഗിച്ചിട്ട് അതിനകത്ത് റിസർവോയർ പണിയാനും അത് ഉപയോഗിക്കാനും വേറെ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ അതിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ പ്രശ്നമാണ്. എപ്പോഴും ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം വിട്ടു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാടാണ് ഇപ്പം ഈ കർണാടകയിൽ വരുന്നത്. കാരണം വെച്ചാൽ നിലവിൽ അവർക്ക് അവിടുത്തെ കർഷകർക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം പോലും അവിടെ ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിന് തമിഴ്നാട്ടിന് വെള്ളം വിട്ടു കൊടുക്കുന്നു എന്നൊരു ചോദ്യമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ സന്ദീപ് ഉന്നയിച്ചൊരു ചോദ്യമുണ്ട് ഈ TV-യുടെ ഭാഗത്ത്. പക്ഷേ TV-ക്ക് ഇതിനകത്തൊരു ന്യായീകരണം പറയുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന പറഞ്ഞാൽ കർഷകരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചിട്ടുള്ളതാണ്, അല്ലാതെ നയപരമായ തീരുമാനങ്ങളിലൊന്നും ഞങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല. കർഷകരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചെടുത്ത അല്ലെങ്കിൽ തീരുമാനിച്ചൊരു കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചർച്ചകളിലേക്ക് ഞങ്ങൾ ശ്രമം നടത്തിയതെന്നും അവർ TV-ക്ക് പറയുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ വിജയ് കർണാടകയായിട്ട് അടുക്കാൻ ശ്രമം നടത്തുന്നു. ഈ വിഷയം അദ്ദേഹം വ്യക്തിപരമായി എടുത്തിട്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമം നടത്തുന്നു. അതായത് ഹീറോയിസം കളിക്കാൻ നോക്കി. പക്ഷെ അത് അവിടെ തുടക്കത്തിലെ തന്നെ പാടുന്നു. പക്ഷെ ഒരു പരിധിവരെ വിജയിച്ചിരുന്നു കേട്ടോ. വേണമെങ്കിൽ ചർച്ച നടക്കുകയും ഈ വെള്ളം, കാവേരി എന്നുള്ള വെള്ളം തമിഴ്നാട്ടിന് വിട്ടുകൊടുക്കാനുള്ള ആ ഒരു നിർദ്ദേശം ഉണ്ടാകാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ പക്ഷേ ചർച്ച നടന്നേനെ. പക്ഷെ ആ ഒരു വെള്ളം വിട്ടുകൊടുക്കാനുള്ള നിർദ്ദേശം ഉണ്ടാവുകയും ചെയ്തതോടെയാണ് ഈ വിഷയം കർണാടകത്തിൽ വലിയൊരു പ്രശ്നമായി മാറിയതും അവിടെ ഈ വിജയ്ക്കെതിരെയും തമിഴ്നാടിനെതിരെയും പ്രതിഷേധം ശക്തമാകും. അതോടെയാണ് ചർച്ച അലസിപ്പോകുന്നത്. പക്ഷേ ചർച്ച ഇനി നടക്കുമെന്ന സൂചനകൾ DK ശിവകുമാർ നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് അത് അങ്ങനെ പ്രതികരിക്കാൻ കഴിയൂ. പക്ഷേ എന്ന് നടക്കും, എപ്പോൾ നടത്തണം എന്നുള്ള കാര്യത്തിൽ ആണ് എനിക്ക് തോന്നുന്നത് ഈ കർണാടക, തമിഴ്നാട് മുഖ്യമന്ത്രിമാർ തമ്മിൽ ചർച്ച നടത്തിയിട്ട് 14 വർഷത്തിലധികമായിട്ടുണ്ടെന്ന് എൻ്റെ ഒരു തോന്നൽ. ഏറ്റവും അവസാനം ജയലളിതയായിട്ടായിട്ട് ഒരു ചർച്ച നടത്താൻ വേണ്ടി അന്ന് തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ജയലളിതയ്ക്ക് ഇതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അത് പങ്കെടുക്കാൻ പറ്റിയില്ല. അത് അന്ന് അങ്ങനെ ആ ചർച്ച അലസി പോകുന്നു. അതിന് പകരം എനിക്ക് തോന്നുന്നത് അന്ന് ഓപ്പൺ എയർ ചെലവാന്ന് തോന്നുന്നു നമ്മുടെ ഈ അന്ന് ജയലളിതയ്ക്ക് പകരമായിട്ട് ചർച്ചയിൽ പങ്കെടുത്ത ഡൽഹിയിൽ വെച്ചാൽ മറ്റും ഉണ്ടായിരുന്നു ചർച്ച നടന്നത്. അതത്രയും രണ്ട് മുഖ്യമന്ത്രിമാർ തമ്മിൽ ഈ വിഷയത്തിൽ ഈ വെള്ളപ്രശ്നമാണ്. ഈ വെള്ളപ്രശ്നത്തിൽ ചർച്ച നടന്നിട്ട് പോലും വർഷങ്ങളായി എന്നുള്ളതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. ഇതിലിപ്പോ വിജയ് ഉന്നയിക്കുന്നത് അൽമാട്ടി നദിയിലെ ഈ ആന്ധ്രയുമായിട്ട് കർണാടക ഷെയർ ചെയ്യുന്ന, കൃഷ്ണാനദി ഷെയർ ചെയ്യുന്ന നദിയിലെ ഡാം നിർമ്മാണത്തിൻ്റെ മേലെ മുമ്പ് സുപ്രീം കോടതിൻ്റെ ഒരു റൂളിംഗ് വന്നിട്ടുണ്ട്. അതിൽ സുപ്രീം കോടതി വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, രണ്ട് സംസ്ഥാനത്തിനും ഈ നദിയുടെ മേലെ ഒരു പ്രത്യേക അധികാരങ്ങളൊന്നുമില്ല. രണ്ട് സംസ്ഥാനത്തിനും അതത് സംസ്ഥാനങ്ങളുടേതായിട്ടുള്ള വിഹിതവും അതിൻ്റേതായിട്ടുള്ള അധികാരങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് നദിയുടെ അളവ്, ഡാമിൻ്റെ കട്ടിയാണ്. അതുപോലെ തന്നെ അന്ന് ഡാമിൻ്റെ അളവ് കൂട്ടാനുള്ള ആവശ്യം കോടതി അംഗീകരിച്ചില്ല. കാരണം ഇവരുടെ കൈവശം വയ്ക്കാവുന്ന വിഹിതത്തിൽ കൂടുതൽ ഉൾക്കൊള്ളുന്ന ഒരു ഡാം പണിയാൻ അവർക്ക് കഴിയില്ല, കർണാടകയ്ക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അത് തടയാണ് ഉണ്ടായത്. ആ വിഷയമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിജയ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗത്ത് തമിഴ്നാടിൻ്റേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്, അതുപോലെ തന്നെ കർണാടകയുടെ ഭാഗത്ത് അവരുടേതായിട്ടുള്ള ന്യായങ്ങളും കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ന്യായാന്യായങ്ങൾ കോർട്ടിൽ തീർപ്പാക്കുന്നതിന് പകരം ഇത് തെരുവിൽ തീർപ്പാക്കാനുള്ള തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നാൽ അത് വിജയ്ക്ക് ദോഷം തന്നെ ചെയ്യുള്ളൂ. ഒരു ന്യൂനപക്ഷ സർക്കാരിനെ നയിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ ദോഷം ചെയ്യും. തമിഴ്നാട്ടിലത്തെ ആളുകളെ കൊണ്ട് നിറഞ്ഞൊരു നഗരമാണ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞത്. അവിടെ സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ നഷ്ടമായിരിക്കും തമിഴ് ജനതയ്ക്ക് ഉണ്ടാവുക. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും വിജയ് ഇതിനെ നേരിടാൻ പോകുന്നതെന്നുള്ളത് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. കാരണം വിജയ്ക്ക് തന്നെ എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഒരു പുതുമുഖം എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഇതിനെ നേടാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം.